ഉരുളക്കിഴങ്ങ് ഇതുപോലെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുന്നേ നമുക്കൊരു കറി വയ്ക്കാം, ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 2 സവോള അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റിയിട്ടാൽ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയോ അല്ലെങ്കിൽ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് വളരെ പെട്ടെന്ന് നമുക്ക് തൊലി ക്ലീനാക്കി കിട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ചുറ്റിനൊന്ന് കത്തി വെച്ചിട്ട് വരയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ഉരുളക്കിഴങ്ങ് ആവശ്യം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഷേപ്പ് ഏതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല കൃത്യമായിട്ടുള്ള ഷേപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മൂടി അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വെള്ളത്തിന് ആവശ്യമുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ ഞാനിത് പൊളിച്ചെടുക്കുന്നത്. ചൂടൊന്ന് കുറഞ്ഞിട്ട് പൊളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ചൂടോടെ ഞാൻ പൊളിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾക്ക് ഇതുപോലെ കിട്ടും. വളരെ സിമ്പിളായിട്ട് എത്ര ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് തൊലി ഉരിച്ചെടുക്കാം. നമുക്കിത് പിന്നെ ഉടച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ചെടുക്കാം. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും അതിൻ്റെ വെള്ളവും നമുക്ക് കളയണ്ട. അത് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ചെടികൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ല എങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ തേച്ച് കുളിക്കാൻ നല്ലതാണ്. മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണ്, മുടി വളരാനും. അപ്പോൾ ഇനി ബാക്കിയുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയ ഒരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ദോശയ്ക്ക് പറ്റിയ ഒരു മസാലക്കറിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല ദോശയ്ക്ക് പറ്റിയ ഒരു കറിയാണിത്. മസാല ദോശയ്ക്ക് മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ മസാലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.